നമസ്കാരം. ചതുരംഗം 9ാം ഭാഗത്തിലേക്ക് സ്വാഗതം. ക്ലാസ്സിൽ തോൽക്കാതെ പഠിക്കുന്നതാണോ തോറ്റു പഠിക്കുന്നതാണോ നല്ലത്? പഠനത്തിൽ പിന്നിൽ നിൽക്കുന്ന കുട്ടികളുടെ കാര്യത്തിൽ വ്യത്യസ്തമായ തീരുമാനങ്ങളാണ് കേന്ദ്ര സർക്കാരിനും കേരള സർക്കാരിനുമുള്ളത്. 5ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലും വിജയിക്കാൻ അർഹതയില്ലാത്തവരെ തോൽപ്പിക്കണമെന്ന് കേന്ദ്ര സർക്കാരും പഠന നിലവാരം ഉയർത്തി അവരെയും ജയിപ്പിക്കുമെന്ന് സംസ്ഥാന സർക്കാരും പറയുന്നു. ഇതിലേതാണ് കൂടുതൽ പ്രായോഗികം? ഈ വിഷയമാണ് ഇന്ന് ചതുരംഗം ചർച്ച ചെയ്യുന്നത്. കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിൽ കുട്ടികളെ ചേർത്താൽ 10ാം ക്ലാസ് വരെ തുടർച്ചയായി ജയിക്കും. അങ്ങനെ കൗമാരകാലം കഴിയും വരെ തോൽവി എന്തെന്നറിയാതെ കുട്ടികൾക്ക് വളരാം. പക്ഷേ യൗവനത്തിലെത്തുമ്പോഴാണ് പരാജയങ്ങളെ ഓരോന്നായി നേരിടേണ്ടി വരിക. അതൊക്കെ മനസ്സിലാക്കുന്ന രക്ഷിതാക്കളുള്ളവർക്ക് വലിയ പ്രയാസമൊന്നും ഉണ്ടാവില്ല. എന്നാൽ ജീവിതത്തിലെ തോൽവിയെ നേരിടാൻ ധൈര്യമില്ലാത്തവർ മയക്കുമരുന്നിനെ കൂട്ടുപിടിച്ചെന്ന് വരും. അല്ലെങ്കിൽ ആത്മഹത്യയിൽ അഭയം പ്രാപിക്കാം. പുഴയിൽ ചാടി മരിച്ചാലും മുങ്ങിമരണമാണെന്നേ വാർത്ത വരും. അമിത വേഗത്തിൽ വാഹനം ഓടിക്കുന്ന ചിലരെങ്കിലും മരണത്തിലേക്ക് അറിഞ്ഞുകൊണ്ട് പായുകയാണോ എന്നാരും അന്വേഷിക്കാറില്ല. ചെറിയ ആവശ്യങ്ങൾ പോലും സാധിക്കാതെ വരുമ്പോൾ ആത്മഹത്യ ചെയ്യുന്നത് പരാജയം എന്തെന്നും മനസ്സിലാക്കാതെ വളരുന്നത് കൊണ്ടല്ലേ എന്ന് പരിശോധിക്കപ്പെടണം. 10-12 കൊല്ലം വിദ്യാലയത്തിൽ ചിലവഴിക്കുന്ന കുട്ടികളിൽ ബഹുഭൂരിപക്ഷം പേരും പഠനം കൊണ്ട് എന്താണ് നേടുന്നത്? ജയപരാജയങ്ങൾ ജീവിതത്തിൻ്റെ ഭാഗമാണെന്ന് കുട്ടിക്കാലം മുതലേ അറിഞ്ഞു വളരുന്നതല്ലേ നല്ലത്? അതിനുള്ള ഒരു മാർഗമായി പരീക്ഷയിലെ തോൽവിയെ കാണുന്നതിൽ എന്താണ് തെറ്റ്? 5ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലും പഠന നിലവാരത്തിൽ മികവ് പുലർത്താത്തവരെ തോൽപ്പിക്കണമെന്ന നിർദ്ദേശം സ്വീകരിച്ചാൽ മറ്റു ക്ലാസ്സുകളിലെയും പഠനം മെച്ചപ്പെടും. കാരണം 5, 8 ക്ലാസ്സുകളിൽ ജയിക്കണമെങ്കിൽ മറ്റുള്ള ക്ലാസ്സുകളിലും പഠിക്കണമെന്ന ചിന്ത കുട്ടികളിലും രക്ഷിതാക്കളിലും ഉണ്ടാകും. ഒരു വിഷയത്തിന് മാത്രം മാർക്ക് കുറഞ്ഞവർക്ക് മറ്റെല്ലാ വിഷയങ്ങൾക്കും മികച്ച മാർക്കുണ്ടെങ്കിലും പരാജയപ്പെടുന്ന ഒരു ഭൂതകാലം നമുക്കുണ്ടായിരുന്നു. എൻ്റെ തലമുറയുടെ പഠനകാലത്ത് 10ാം ക്ലാസ്സിൽ ജയിക്കാൻ മലയാളത്തിനും ഇംഗ്ലീഷിനും 40%, മറ്റെല്ലാ വിഷയങ്ങൾക്കും 35% മാർക്ക് ആവശ്യമായിരുന്നു. 600-ൽ 220 മാർക്ക് കിട്ടിയാലേ ജയിക്കൂ. 60% മാർക്ക് വാങ്ങി ഫസ്റ്റ് ക്ലാസ്സോടെ ജയിക്കുന്ന കുട്ടികൾക്ക് ഇന്നത്തെ A+കാരേക്കാൾ മികവുണ്ടായിരുന്നു. മാർക്ക് ദാനവും ഗ്രേസ് മാർക്കും ചോദ്യപേപ്പർ ചോർച്ചയും ഒന്നുമില്ലാത്ത കാലത്തെ കഥയാണിത്. ഇന്ന് എഴുത്തു പരീക്ഷയ്ക്ക് 40-35% മാർക്ക് കിട്ടണം ജയിക്കണമെങ്കിൽ എന്ന് തീരുമാനിച്ചാൽ എത്ര കുട്ടികൾ 10ാം ക്ലാസ് ജയിക്കും? 99% വിജയത്തിൽ അഭിമാനിക്കുമ്പോൾ ഇതും കൂടി ആലോചിക്കേണ്ടതല്ലേ? പഴയ കാലത്തെ പരീക്ഷയിൽ തോൽവിയിൽ ആരും നിരാശരായിരുന്നില്ല. കാരണം താഴ്ന്ന ക്ലാസ്സുകൾ മുതൽ കുട്ടികൾ തോൽക്കുന്നത് കണ്ടും സ്വയം തോറ്റും വളർന്നവരാണ് അന്നത്തെ തലമുറ. മാത്രമല്ല, ദിവസവും 10-12 കിലോമീറ്റർ നടന്നും ഉച്ചഭക്ഷണമില്ലാതെയും മാസം തോറും ഫീസ് കൊടുത്തും പഠിച്ചവർക്ക് തോൽവി കൊണ്ട് ഒരു വർഷം നഷ്ടപ്പെട്ടാലുള്ള വിഷമം മനസ്സിലാകുമായിരുന്നു. ഇങ്ങനെയുള്ള കഷ്ടപ്പാടുകളൊന്നും അറിയാതെ വളരുന്ന ഇന്നത്തെ കുട്ടികളിൽ ജയിക്കാൻ അർഹതയില്ലാത്തവരെ 5, 8 ക്ലാസ്സുകളിൽ തോൽപ്പിക്കുമെന്ന നയം സ്വീകരിക്കുന്നതുകൊണ്ട് മറ്റു ക്ലാസ്സുകളിലെയും പഠന നിലവാരം ഉയരും. അതുകൊണ്ട് കുട്ടികളെ പരീക്ഷയിൽ വെറുതെ ജയിപ്പിച്ച് അവരുടെ ജീവിതം പരാജയപ്പെടുത്തരുതെന്ന അഭിപ്രായം വിദ്യാഭ്യാസ വകുപ്പിനെ കൂടി അറിയിച്ചുകൊണ്ട് ഇന്നത്തെ വചനങ്ങൾ അവസാനിപ്പിക്കുന്നു. നന്ദി.